ഒരു ട്രയാങ്കിൾ ഫോമിലുള്ള ഒരു സൈറ്റ് ആയിരുന്നു. തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് 3 സെന്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 830 ഫസ്റ്റ് ഫ്ലോർ 911 വരുന്ന ഒരു ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ സ്പേസ് ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അങ്ങനെയായിരുന്നു. 2 BHK ആയിട്ടാണ് സെക്കൻഡ് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ, 2 ബെഡ്റൂം, ബാത്റൂം, അതേപോലെ ലിവിംഗ് സ്പേസ്, ഡൈനിങ്, ബാൽക്കണി സ്പേസ്. നമ്മുടെ ബാൽക്കണിയിലേക്ക് നമ്മളെപ്പോഴും ഇറങ്ങുന്ന പോർഷനിൽ സ്ലൈഡിങ് UPVC ഡോർ കൊടുത്തേക്കുന്നത് പുറത്തുനിന്നുള്ള വെള്ളം അടിച്ചു കയറാതിരിക്കാനും, അടിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡ്രെയിൻ ഉണ്ട്. ഈ ഡ്രെയിനിൽ കൂടെ പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടും അതിനുള്ളൊരു ഓപ്ഷൻ ഈ സ്ലൈഡിങ് ഡോറുകളിൽ കൊടുക്കാറുണ്ട്, ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്ന ഓപ്ഷനിൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് താഴ്ത്തി ഇട്ടിരിക്കുന്നത് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ വീട്ടിലോട്ട് വെള്ളം അടിച്ചു കയറാതിരിക്കാനും, ഇവിടെ ഏതെങ്കിലും രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിലും അത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആണ്. കാരണം ഇങ്ങോട്ട് വീടിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടുത്തെ ലെവൽ താത്തിയിടും. ഇവിടെ നമുക്ക് ഇരിക്കാനും അതേപോലെ അയണിങ് ടേബിളായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇരുന്ന് വായിക്കാനും. ഇവിടെ കൊടുക്കുന്ന കർട്ടൻസ് എപ്പോഴും കൂടുതലും റോളർ ബ്ലൈൻഡ്സ് ആയിരിക്കും കൊടുക്കുക. അപ്പം കൂടുതൽ സ്പേസ് എടുക്കത്തില്ല. ഇൻസൈഡ് ഏരിയ നമുക്ക് മാക്സിമം നമുക്ക് ഈ സ്പേസ് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും, ഈ ഒരു കർട്ടൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും, ഈ ഡോറിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും ഇതെല്ലാം ഒരു സിമെട്രിക് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വേറെ ഒരു വിൻഡോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ഹെഡ് ബോർഡ് വരും ഇവിടെ ഒരു സ്പേസിൽ. എന്തുകൊണ്ടാണ് ഈ സ്വിച്ച് ബോർഡ് ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ 45 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് വരുന്നത് സൈഡ് ടേബിളിൻ്റെ. കറക്റ്റ് കോട്ടിൻ്റെ സൈസ് ഇതിൻ്റെ ഉള്ളിൽ ഈ 2 സ്വിച്ച് ബോർഡുകളുടെയും ഉള്ളിൽ വരും. ഇവിടെ ഒരു ഫോൺ ചാർജ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ടേബിൾ ലാമ്പ് ആണെങ്കിലും ഫോൺ ചാർജ് ചെയ്ത് വെക്കാനുള്ളതാണെങ്കിലും ഉള്ള സ്പേസ് കിട്ടും. ഇത് എക്സാക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലാത്തതുകൊണ്ടും ഈ പ്ലോട്ടിനനുസരിച്ചാണ് ഈ റൂംസ് ആണെങ്കിലും ഓരോ സ്പേസും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് എക്സ്റ്റീരിയറിൽ വരുന്ന ആ ഒരു ജാളി വർക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതായത് ഈ ഫ്യൂച്ചറിൽ ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ്. അപ്പോൾ ഈ ബാൽക്കണീനെ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡോറ് മാസ്ക് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ടൈലാണ് കൊടുത്തേക്കുന്നത്. ഒരു ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെൽഡ് ചെയ്ത് എൽ ക്ലാമ്പ് അടിച്ചിട്ട് അതിൽ നമ്മൾ ജാളി വർക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പോർഷനിൽ. ഇവിടെ ഗ്ലൂ വെച്ചിട്ട് അതുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും.